മന്ത്രി നൽകിയ പേരുകൾ തള്ളി. സജിത റാണി കാർഷിക സർവകലാശാല വിസി. കാർഷിക സർവകലാശാല വൈസ് ചാൻസലറായി ബി.ജെ.പി. സംഘടനാ നേതാവിനെ നിയമിച്ച് ലോക്ഭവൻ. അധ്യാപക പരിഷത്ത് നേതാവ് ഡോക്ടർ സജിത റാണിയാണ് പുതിയ വൈസ് ചാൻസലർ. ബി. അശോകിനെ മാറ്റി ഒഴിവിലേക്ക് ചട്ടം പാലിക്കാതെയാണ് നിയമനമെന്നാണ് ആരോപണം. സജിത റാണിക്ക് താൽക്കാലിക ചുമതലയാണ് നൽകിയിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ നൽകിയ 3-അംഗ പട്ടിക തള്ളിക്കൊണ്ടാണ് ഗവർണറുടെ പുതിയ നിയമനം. കാർഷിക സർവകലാശാലയുടെ ചട്ടപ്രകാരം വൈസ് ചാൻസലറെ നിയമിക്കുമ്പോൾ സർക്കാരുമായി കൂടിയാലോചിക്കേണ്ടതുണ്ട്. എന്നാൽ ആ നടപടിക്രമങ്ങൾ മറികടന്നാണ് ഗവർണറുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു നീക്കം. ഗവർണറുടെ നടപടിക്കെതിരെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ വിമർശനവുമായി രംഗത്തെത്തി. വി.സി. നിയമനം ജനാധിപത്യ വ്യവസ്ഥയുടെ ലംഘനമാണെന്നും നിയമനം നടത്തേണ്ടത് സർക്കാരാണെന്നും മന്ത്രി വിമർശിച്ചു. സംസ്ഥാന സർക്കാർ നൽകിയ പട്ടിക പോലും പരിഗണിക്കാതെയാണ് സജിത റാണിയുടെ നിയമനം. സജിതയുടെ യോഗ്യത എന്തെന്നറിയില്ല. കോടതിയിൽ ചോദ്യം ചെയ്യുന്നത് ആലോചിച്ച് തീരുമാനിക്കും. ഇത്തരത്തിലുള്ള കടന്നുകയറ്റങ്ങൾ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ലെന്ന് മന്ത്രി വ്യക്തമാക്കി. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തും ഇത്തരം കടന്നുകയറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്നും അതിനെ എതിർക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത്. അത് തുടരും. സംസ്ഥാന സർവകലാശാലകളുടെ അധികാരം തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിൽ നിക്ഷിപ്തമായിരിക്കും. പക്ഷേ കേന്ദ്ര സർക്കാർ ചാൻസലറെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അധികാരം പിടിച്ചെടുക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ജനാധിപത്യ വിരുദ്ധമായ നടപടിയാണ് ഇപ്പോഴത്തേത്. സർവകലാശാലകളിലെ ആക്റ്റുമായി ബന്ധപ്പെട്ടുള്ള നിയമപരമായ ചില തടസ്സങ്ങളുണ്ട്. അതുകൂടി പരിശോധിച്ചുകൊണ്ട് തുടർ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി റോജി എം ജോൺ കൂട്ടിച്ചേർത്തു. നിയമനത്തിന് പിന്നിൽ സംഘപരിവാർ അനുകൂലികളെ തിരികെ കയറ്റാനുള്ള ശ്രമമുണ്ടായെന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് SFIയും രംഗത്തെത്തിയിട്ടുണ്ട്. സജിത റാണിക്ക് അധ്യാപക സംഘടനയുമായി ബന്ധമുണ്ടെന്നും ചില റിപ്പോർട്ടുകളുണ്ട്.